പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, സാധാരണഗതിയിൽ പരീക്ഷ നടന്നതിന് ശേഷമാണ് കുട്ടികൾ കട്ട് ഓഫ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോ എൻ്റെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ സാധാരണ ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സർ, അടുത്ത LP UP കട്ട് ഓഫ് എത്രയായിരിക്കും എന്നുള്ളത്. ഇത് ഒരു പക്ഷേ പരീക്ഷ എഴുതി തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ സാധാരണയായി അവരുടെ മനസ്സിൽ ചോദിക്കുന്നതും അവരുടേതായിട്ടുള്ള ആശങ്കകളുമാണ്. എങ്ങനെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു പരീക്ഷയ്ക്ക് കട്ട് ഓഫ് തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം പരീക്ഷ എഴുതാൻ പോകുന്നവരും പരീക്ഷ എഴുതിയവരും അതോടൊപ്പം തന്നെ ഇനി ഭാവിയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും പബ്ലിക് സർവീസ് കമ്മീഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നിർബന്ധമായും കാണേണ്ട ഒരു വീഡിയോ ആണ്. അങ്ങനെ ഒരു ആശങ്ക നമുക്ക് എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കട്ട് ഓഫ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇവിടെ എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മക്കളെ നോക്കിയേ, അടുത്ത റിക്രൂട്ട്മെന്റ് ഘട്ടത്തിലേക്ക് യോഗ്യത നേടുന്നതിനോ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുന്നതിനോ ഒരു ഉദ്യോഗാർത്ഥി നേടേണ്ട ഏറ്റവും കുറഞ്ഞ സ്കോറാണ് കേരള PSC കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ സ്കോർ എന്താണ് എന്ന് ഞാൻ മീൻ ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ LPSA അല്ലെങ്കിൽ LPST എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. LPST ഉണ്ട്, UPSC ഉണ്ട്. സോ ബോത്ത് എക്സാമിനേഷൻ, ഈ രണ്ട് എക്സാമിനേഷനും രണ്ട് ഘട്ടങ്ങളാണ് ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇടും. ആ ഷോർട്ട് ലിസ്റ്റിൽ ഒരു കട്ട് ഓഫ് ഉണ്ടാകും. ആ കട്ട് ഓഫ് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിലേക്ക് ഇന്റർവ്യൂ ഉണ്ട്. സോ ഇന്റർവ്യൂവും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് മാർക്ക് ഇടുന്നത്. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കട്ട് ഓഫ് ഡിസിഷൻ ഇല്ല, അത് തെറ്റായ ധാരണയാണ്. ഇന്റർവ്യൂവിന് മുമ്പ് വന്ന ഷോർട്ട് ലിസ്റ്റിലാണ് കട്ട് ഓഫ് മാർജിനൈസ് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെ ഒരു അടുത്ത സെലക്ഷൻ പ്രൊസീജിയറിലേക്ക് പോകാനോ അതല്ല എങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനോ വേണ്ടി ഒരു ഉദ്യോഗാർത്ഥി നേടേണ്ട ഏറ്റവും കുറഞ്ഞ മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും കുറഞ്ഞ മാർക്കാണ് കട്ട് ഓഫ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നു, ആ ഉദാഹരണം കൂടുമ്പോൾ വ്യക്തമാക്കും. ഇവിടെ നോക്കുക, 33 ആണ് കട്ട് ഓഫ് എങ്കിൽ ഈ 33 മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഒരു ഉദ്യോഗാർത്ഥി മേടിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ മാർക്ക് 33. അപ്പൊ സ്വാഭാവികമായും അടുത്ത തലത്തിലേക്ക് പോകാനോ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനോ വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു മാർക്ക് മുന്നോട്ട് വെക്കുന്നു. ആ മാർക്ക് മുന്നോട്ട് വെക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ ഇനി പറയും. അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ആ മാനദണ്ഡങ്ങൾ എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. സോ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 1000 ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഒരു ഷോർട്ട് ലിസ്റ്റിൽ 1000 ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്താൻ പോവുകയാണ്. അതായത് ഞാനിവിടെ പറയുന്ന മെയിൻ ലിസ്റ്റിന്റെ കാര്യമാണ്, സപ്ലിമെന്ററി ലിസ്റ്റിന്റെ കാര്യം വേറെ പറയുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. 1000 ഉദ്യോഗാർത്ഥികളെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ചെയ്യാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചാൽ അതിൽ 1000ാമത്തെ അല്ലെങ്കിൽ 1000 എന്ന് പറയുന്ന നമ്പർ റാങ്കിലുള്ള അല്ലെങ്കിൽ 1000 എന്ന് പറയുന്ന നമ്പറിൽ കിടക്കുന്ന ആൾക്കാണ് ഏറ്റവും കുറവ് മാർക്ക് അതിൽ ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് കിട്ടിയ മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് 1ാം റാങ്കുകാരന് 88 മാർക്കും 1000 കിടക്കുന്ന ആൾക്ക് മാർക്ക് 40 എങ്കിൽ കട്ട് ഓഫ് 40. കട്ട് ഓഫ് 40. അപ്പോൾ 1000 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടുന്നു. അതിൽ 1000ാമത്തെ ആള് ആരാണോ അദ്ദേഹത്തിന് കിട്ടിയ മാർക്കാണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഇത് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യുക അസാധ്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമുക്ക് പറയാം, ഹൈപ്പോത്തിസിസ് പറയാം, ഇതായിരിക്കാം എന്ന് പറയാം എന്നല്ലാതെ ഒരാൾക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുമോ? കഴിയില്ല. മേ ബി നമുക്കൊരു ഒരു ആവറേജ് പറയാം, 35നും 45നും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ 35നും 40നും ഇടയിലായിരിക്കുമെന്ന് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകർക്ക് ഇത് പറയാൻ കഴിയും. അല്ലാതെ കൃത്യമായി ഇതാണ് മാർക്ക് എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അസാധ്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോ കാണുന്നവർ കൃത്യമായി മനസ്സിലാക്കും എന്ന് ഞാൻ കരുതുന്നു. മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥി സ്കോറുകളും അവരോഹണ ക്രമത്തിലായിരിക്കും. അവരോഹണ ക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരോഹണ ക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലല്ലേ. അവരോഹണ ക്രമം എന്ന് വെച്ച് കഴിഞ്ഞാൽ 88 മാർക്ക് മേടിച്ചവനാണ് 1ാം റാങ്ക് എങ്കിൽ അവനായിരിക്കും 1ാമത് കിടക്കുന്നത്. ഏറ്റവും കുറവ് മാർക്കുള്ളവനാണോ? അല്ല. ഇനി നോക്കുക, കേരള PSC കട്ട് ഓഫ് എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്ന് പറയാൻ പോവുകയാണ്. കമ്മീഷൻ മുൻകൂട്ടി കട്ട് ഓഫ് നിർണ്ണയിക്കുന്നില്ല. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു ഫസ്റ്റ് ലൈനാണ് ഞാൻ എൻ്റെ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പരീക്ഷ നടത്തിയതിനു ശേഷം
അതിന്റെ മാർക്ക് ലിസ്റ്റ് വാല്യൂ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന്റെ OMR ഷീറ്റ് വാല്യൂ ചെയ്യുന്നതിന് മുമ്പ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുൻകൂട്ടി കട്ട് ഓഫ് തീരുമാനിക്കുന്നില്ല. അതുകൊണ്ട് പരീക്ഷ എഴുതി കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വരുന്നവരെ എല്ലാവരും സമാധാനപ്പെടുക. ആരും പറഞ്ഞു കേട്ട് നിങ്ങൾ ടെൻഷൻ ആകാതിരിക്കുക. സോ കമ്മീഷൻ മുൻകൂട്ടി കട്ട് ഓഫ് നിർണ്ണയിക്കുന്നില്ല. പകരം പരീക്ഷയും ഉത്തരവും സംബന്ധിച്ച പ്രധാന വെല്ലുവിളികൾ വിലയിരുത്തിയതിനു ശേഷം അത് എന്താക്കും, അന്തിമമാക്കും എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി 4 പ്രധാന ഘടകങ്ങളാണ് അന്തിമ കട്ട് ഓഫ് സ്കോർ നിർണ്ണയിക്കുന്നതിലെ ഏറ്റവും പ്രധാനമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒന്നാണ് ഒഴിവുകളുടെ എണ്ണം. ഈ ഒഴിവുകളുടെ എണ്ണത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കിയേ. ഒരു പ്രത്യേക തസ്തികയിലേക്കോ ജില്ലയിലേക്കോ ലഭ്യമായ ഒഴിവുകൾ കുറയും തോറും കട്ട് ഓഫ് ഉയർന്നതായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സാധാരണ ഒഴിവ് കുറഞ്ഞ പരീക്ഷകൾ, അതായത് 10ഉം 15ഉം വേക്കൻസി ഉള്ള എക്സാമുകളാണ് എങ്കിൽ അവിടെ സാധാരണഗതിയിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും. കാരണം ഒഴിവ് വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. സാധാരണഗതിയിൽ ഒഴിവുകളുടെ എണ്ണം കുറവായാൽ കട്ട് ഓഫ് കൂടാനാണ് സാധ്യത. ഇനി അപേക്ഷകരുടെ എണ്ണം, പരീക്ഷ എഴുതുന്ന അപേക്ഷകരുടെ ആകെ എണ്ണം മത്സര നിലവാരത്തെ നേരിട്ട് ബാധിക്കുന്നു. കട്ട് ഓഫിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബൾക്ക് പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ കട്ട് ഓഫ് ഉയരാനാണ് സാധ്യത. കാരണം എന്താ, ഒരുപാട് പാർട്ടിസിപ്പേഷൻസ് വരുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരല്ല, ഒരുപാട് പാർട്ടിസിപ്പേഷൻസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ കട്ട് ഓഫ് ഉയരാൻ സാധ്യതയുണ്ട്. ഇതിനൊരു ഓപ്പോസിറ്റ് തലം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കാം. മേ ബി ഓപ്പോസിറ്റ് ആകാനും സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി മെജോറിറ്റി സാഹചര്യമാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ള കാര്യം നോക്കുക. ഇനി ഇത് എക്സാമിനേഷന്റെ ബുദ്ധിമുട്ട് നില അഥവാ ടഫ്നെസ്, എക്സാമിനേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ. നല്ല ടഫ് എക്സാമിനേഷൻ ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾ നല്ല ടഫ് എക്സാമിനേഷൻ എഴുതി പലരെയും കൈവിറക്കുകയും കാലുവിറക്കുകയും അതോടൊപ്പം തന്നെ കൈ വിയർക്കുകയും തല വിയർക്കുകയും ബോധരഹിതരായി മാറുകയും നിലവിളിക്കുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ആരോടും മിണ്ടാതിരിക്കുകയും വിഷാദരോഗത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ബുദ്ധിമുട്ടാണോ നന്നായിട്ട് പഠിച്ചിട്ട് ബുദ്ധിമുട്ട് പരീക്ഷയാണോ കട്ട് ഓഫ് കുറവായിരിക്കും. അത് മനസ്സിലാക്കുക. ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും. ഒരു പരീക്ഷ അസാധാരണമാം വിധം കഠിനമായതാണെങ്കിൽ പൊതു ശരാശരി കുറയുകയും അതിന്റെ ഫലമായിട്ട് കട്ട് ഓഫ് കുറയുകയും ചെയ്യും. ഇത് മനസ്സിലാക്കി വെക്കടാ, ഇത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് പഠിക്കുക. ഇനി നോക്കുക, സംവരണം കാറ്റഗറി നിയമങ്ങൾ ഇവിടെ നോക്കുക. നമുക്കറിയാം SC വിഭാഗത്തിന്, ST വിഭാഗത്തിന്, OBC വിഭാഗത്തിന് ഇവർക്കെല്ലാം എന്തുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. അതായത് ഇപ്പോൾ ജനറൽ വിഭാഗത്തില് EWSകാർക്കും സപ്ലിമെന്ററി ലിസ്റ്റ് ഉള്ള കാര്യം അറിയാം. സോ OBC, SC, ST തുടങ്ങിയ വിഭാഗങ്ങൾക്ക് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉണ്ടായിരിക്കും സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. അതായത് മെയിൻ ലിസ്റ്റില് മതിയായ അംഗങ്ങൾ ഈ കാറ്റഗറിയിൽ നിന്നില്ല എങ്കിൽ അവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും എന്ത് ചെയ്യാണ്ട് ആൾക്കാരെ എടുക്കാറുണ്ട്. സോ ആ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും PSC ഒരു കട്ട് ഓഫ് തീരുമാനിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ. റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളുടെ എണ്ണത്തിന് വിപരീത അനുപാതത്തിലാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കട്ട് ഓഫ് എന്ന് പറയുന്നത് നോക്കുക. ഇപ്പോ ഒഴിവുകൾ ഒരുപാടുള്ള പരീക്ഷയാണെങ്കിൽ എന്ത് കുറവായിരിക്കും, കട്ട് ഓഫ് കുറവായിരിക്കും. ഒഴിവുകൾ ഒരുപാടുള്ള പരീക്ഷയാണെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും. ഇപ്പോ കമ്പനി കോർപ്പറേഷൻ ബോർഡ് ഒഴിവുകൾ ഒരുപാടുള്ളതാണ്. LPSC ഒരുപാട് ഒഴിവുകളുള്ളതാണ്. LDC ഒരുപാട് ഒഴിവുകളുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു എക്സാമിനേഷന്റെ ആ ഒരു നിലവാരം കൂടി കണക്കാക്കിക്കൊണ്ടാണ് പറയുന്നത് കുറവായിരിക്കും. ഇനി ഒഴിവുകൾ വളരെ കുറവാണെങ്കിൽ എന്തായിരിക്കും, കട്ട് ഓഫ് കൂടുതലായിരിക്കും. മനസ്സിലാക്കുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ തെറ്റായ ഉത്തരത്തിനും 0.33 മാർക്ക്, അതായത് 1/3 മാർക്ക് കുറയുന്ന കർശനമായിട്ടുള്ള ഒരു മൈനസ് മാർക്ക് സിസ്റ്റം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇങ്ങനെയാണ് കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ആരും ഒരു സുപ്രഭാതത്തിൽ വന്നിരുന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് കേട്ട് ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയും ഒന്നും ചെയ്യേണ്ട. നന്നായിട്ട് പഠിച്ചാൽ അത് കിട്ടുക തന്നെ ചെയ്യും. കൃത്യമായി പഠിക്കുക, സ്റ്റാൻഡേർഡൈസ്ഡ് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.